യോഗങ്ങളും കുടുംബത്തിന്റെ യോഗങ്ങളും ഈ വലിയ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലഭിച്ച അനുഗ്രഹത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് അരണ്യ, ആലീസ്, ഷിജി പോൺ, മായ, ടിബിൻസ്, പരീക്ഷ പാസ്സാകാനായിട്ട് ഗോപി അബ്രഹാം, കോൺഗ്രസ് എക്സാം പാസ്സാകുന്നതിന് വേണ്ടി ഡോണ, SSLC പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി ജോസ്മിൻ ജോഷി, വിസയുടെ തടസ്സം മാറി വിസരിപ്പിക്കുവാനായിട്ട് നിപി ഭരണമൂലം മുന്നോട്ട് പോയ സഹോദരങ്ങളെ പ്രത്യേകമായി നമുക്കനുസരിച്ച് പ്രാർത്ഥിക്കാം. എനി ജോസഫ്, തങ്കമ്മ എന്നീ ആത്മാക്കളെ നമുക്ക് സമർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവേശ്വരോ സ്തുതിഗീതം
വിശുദ്ധിയോടും കൂടെ പാപപരിഹാരത്തിന്റെയും കടത്തിന്റെയും ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെയും ഞങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ നിങ്ങൾ ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയെ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെങ്കിലും പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതി കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. അപ്പോൾ നാം എന്താണ് പറയുന്നത്? കൃപ സമർത്ഥമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമെന്നോ? ഒരിക്കലും വരുത്. പാപത്തിൽ മരിച്ചവരായി നാം ഇനി അതിജീവിക്കുന്നതെങ്ങനെ? ഈശോ മിശിഹായിൽ ഐക്യപ്പെടാൻ മാമോദിസ സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തിൽ മാമോദിസ സ്വീകരിച്ചിരുന്നു നിങ്ങൾ പറഞ്ഞുകൂടി. അങ്ങനെ അവന്റെ മരണത്തോട്
ഐക്യപ്പെടുത്തിയ മാമോദിസായാൽ നാം അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. അത് മിശിഹ മരിച്ചവരിൽ നിന്ന് പിതാവിന്റെ മഹത്വത്താൽ ഉയർത്തെഴുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുവഴി നടക്കേണ്ടതിനാണ്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചെങ്കിൽ ഉത്ഥാനത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കുന്ന വിധം പാപകരമായ ശരീരം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം മിശിഹായോട് കൂടെ മരിച്ചെങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്ത മിശിഹ ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണം ഇനിമേൽ അവനെ ഭരിക്കുകയില്ല. എന്നാൽ അവൻ മരിച്ചു, പാപത്തിന് അവൻ എന്നേക്കുമായി മരിച്ചു. എന്നാൽ അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തിന് മരിച്ചവരാണെന്നും ഈശോ മിശിഹായിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മധ്യശരീരത്തിൽ ഭരണം നടത്താനിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിൽ വിട്ടുകൊടുക്കരുത്. പ്രത്യേക മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെ നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുക്കുകയും. പാപം നിങ്ങളെ ഭരിക്കുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴല്ല, കൃപയ്ക്ക് കീഴാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറാസേ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവ എത്ര കൊണ്ട് രക്ഷപ്പെടുത്തും സാരം കുറിച്ച് ലഭിക്കുമായിരുന്നു. വിധിദിനത്തിൽ ടയറിലും സീദോനും നിങ്ങളെക്കാൾ അവിശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഫർനഹൂമിനെ സ്വർഗ്ഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ പാതാളം തുടങ്ങി താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ ഇത് എന്നും നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധിദിനത്തിൽ സോദോമിന്റെ സ്ഥിതി നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. വൈദികരെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, നോമ്പുകാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മളെ പ്രവേശിച്ചിരിക്കുകയാണ്.
നോമ്പ് എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഒപ്പം ജീവിത നവീകരണത്തിൻ്റെയും കാലഘട്ടമാണല്ലോ. അവിടെ ഈ നോമ്പ് കാലം ഏറ്റവും അർത്ഥപൂർണ്ണമാകുവാൻ കൽപ്പിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഈ ദിവസങ്ങളിലൂടെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്ന കൊച്ചു കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിപൈശാചികമായ അതിക്രൂരമായ സംഭവവികാസങ്ങളിലൂടെ നമുക്കറിയാം, കോട്ടയത്ത് ഗാന്ധിനഗർ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് നടത്തുന്ന BSc നഴ്സിംഗ് സെന്ററിൽ നടന്ന പൈശാചികമായ റാഗിങ്, തുടർന്ന് ഈ ദിവസങ്ങളൊക്കെ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന അഫാൻ, ഒരു കുടുംബത്തിലെ 5 പേരെ വീണ്ടും താമരശ്ശേരിയിൽ ഒരു സ്കൂളില് DJ പാട്ട് നടക്കുന്നതിനിടയ്ക്ക് ആ പാട്ടൊന്ന് നിന്നുപോയി എന്ന കാരണം പിടിച്ച് പരുവമാക്കി കൊല ചെയ്യുന്ന ഷഹവാസ്. ഈ ദിവസങ്ങളൊക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഷൈനി 2 മക്കളും. ഇതെല്ലാം സംഭവം നമ്മൾ ചിന്തിച്ച് നോക്കണം. 20ഉം 23ഉം അതിനും താഴെ പ്രായമുള്ള മക്കളുടെ അവസ്ഥാവിശേഷങ്ങൾ അതെല്ലാം വരുന്നത്. ഇനിയുണ്ടൊക്കെ സംഭവം, ഏതാനും ചില ദാതാക്കളെ പറഞ്ഞു എങ്ങോട്ടാണ് നമ്മുടെ പോക്ക്, നമ്മുടെ കുടുംബത്തിന്റെ പോക്കെന്ന്. ഇതിന്റെ കാരണം കണ്ടുപിടിക്കുവാനായിട്ട് മൊസാദിനെയോ CBI-യെ ചോദ്യം ചെയ്തെന്ന് നമുക്ക് ആവശ്യമില്ല. ഒരാവശ്യമില്ല ഇതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ച, കുടുംബങ്ങളുടെ മൂല്യമില്ലായ്മ, ദൈവവിശ്വാസമില്ലാത്ത കുടുംബങ്ങള്, വിശ്വാസത്തിനുള്ളതാത്ത മാതാപിതാക്കളുടെ മക്കൾ, അതിനെ കൊണ്ട് വളർച്ചയ്ക്ക് കാര്യകാലം എങ്ങനെയാ ആകാതിരിക്കും? കാരണം മൂല്യത്തിൽ വളർത്തേണ്ട, ദൈവവിശ്വാസം വളർത്തേണ്ട മാതാപിതാക്കള് മക്കളെ വേർതിരിച്ച നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. മാത്രം മതി. അയൽവക്കത്തെ വീടുകളായിട്ട് മക്കളെ അന്വേഷിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ പറയണത് വായിച്ച കേട്ടതുപോലെ ഖുറാസിൽ നിനക്ക് ദുരിതമല്ല എന്നല്ല നമ്മൾ പറയേണ്ടത്. നമ്മുടെ കുടുംബത്തിന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞ ദുരിതമുണ്ട്, നമ്മുടെ മക്കളുടെ പേര് വിളിച്ചിട്ട് പറഞ്ഞ ദുരിതമുണ്ട്, നമ്മുടെ സ്വന്തം പേര് വിളിച്ചിട്ട് പറഞ്ഞ ദുരിതമുണ്ട്. ഖുറാസിൽ നിനക്ക് ദുരിതം, വ്യവസായക്കാരന് ദുരിതം അല്ലെന്ന് നമ്മൾ പറയുന്നത്. കാരണം നമ്മുടെ കുടുംബം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണവുമുണ്ട്. ഈ ദിവസം നമ്മൾ തീർത്ഥാടനത്തെ കുറിച്ചും പൂർണ്ണ ദണ്ഡമാനത്തെ കുറിച്ചൊക്കെ ഒത്തിരി കുറെ മാസങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ചില സെന്ററുകളിൽ നിന്ന് ഇതിനുവേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചില സെന്ററുകളിൽ നിന്ന് ബസ്സുകൾ വരാൻ ചോദിച്ചിട്ടാൻ പറ്റി. അച്ഛാ, കാരണമുണ്ട്. എന്താണെന്നറിയാമോ? ഹെർമോൺ തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഹെർമോൺ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ക്യാൻസൽ ചെയ്താ പറഞ്ഞപ്പോ ബസ് ബുക്ക് ചെയ്യുന്നത് എല്ലാം ക്യാൻസൽ ചെയ്യും. എവിടെയാണ് നമ്മുടെ പ്രാധാന്യം കൊടുക്കുന്നത്? ഹെർമോൺ അത് പിന്നെ പോവാം. പക്ഷേ തിരുസഭ പ്രഖ്യാപിച്ച ഗണ്ഡകുമാരത്തിന്റെ വർഷം ഈ വർഷം തീരും. നമ്മൾ ആരെയാണ് നന്നാക്കാൻ പോകുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കാം. അതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്നവർ കുറേ പേരുണ്ട് അതിനൊക്കെ ചിന്തിച്ചത്. അതുകൊണ്ട് പറയുന്നു, കുറേ
കുറെ പേരുകളാണ് ചിന്തിച്ചത്. നമുക്ക് ട്രാൻസ്ലേറ്ററും ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നു. അപ്പൊ നമ്മുടെ പ്രാധാന്യമാണ് നമ്മുടെ കുടുംബത്തിൽ. കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക, യാതൊരു സംശയവും. ആ കുടുംബത്തില് നന്മയുണ്ടാകുന്ന ആഗ്രഹിക്കുന്നവർക്ക് നന്മയില്ലാന്നുള്ളതാണ്. മക്കളെ വിശ്വാസത്തിൽ നോക്കണമെന്ന് പറയുന്നത് വിശ്വാസമില്ല എന്നുള്ളതാണ്. ദൈവാശ്രയത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ വളർന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 20-23 വയസ്സുള്ളവർ ഇമാതിരി പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. ഒന്നോ ഉള്ളെങ്കിലും ഉറങ്ങിയത് അടിച്ചോടണമെന്ന് അവതരിപ്പിക്കും. ഒന്നോ ഉള്ളെങ്കിൽ ഇന്നതല്ല തൊടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിതിൽ ചോദിക്കുക, എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിലാണ് ഈ ദുരിതമെന്ന് പോകുന്നത്. ബൈബിളിൽ വ്യക്തമായിട്ട് പറയും, അനുഭവപ്പെട്ടവർ നമുക്കറിയാം, അനുതാപമില്ലാതെ പുതിയ സൃഷ്ടി ഉണ്ടാകും, ആത്മാവിന്റെ പ്രചോദനം ചെയ്യുന്ന വ്യക്തികൾക്കുണ്ടാകും, ദൈവം വിഭാഗിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകും. അതിന് ജീവിതാവസ്ഥയിലുള്ള പശ്ചാത്തലം മനുഷ്യന് ആവശ്യമാണ്. കാരണം ഭാവവും പാപത്തിന്റെ ആസക്തികളെല്ലാം മനുഷ്യരിലുണ്ട്. പദത്തിനായിക്കൊണ്ട് അതുകൊണ്ടാണ് അവിടുന്ന് മോചനം വിളിച്ച് ഞാൻ ദുർഭകനായ മനുഷ്യൻ, എന്റെ ദിവസത്തിൽ ആരെന്നെ മോചിപ്പിക്കും. മോചനത്തിന്റെ ദൈവമാണെന്ന് പൗരസ്ത്രീയായി വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുക, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം ഭൂമിയിൽ പോയിട്ടില്ല, കേൾക്കാൻ സാധിക്കാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ പരിശോധിച്ചു നോക്കുക, എവിടെയാണ് എന്റെ പ്രാർത്ഥന? തമ്പുരാൻ വളരെ ഇഷ്ടമാണ്. രക്ഷിക്കാൻ കഴിയാത്ത താരത്തില്ല നമ്മുടെ കുടുംബങ്ങൾ. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ സാധിക്കാത്ത നമ്മുടെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. അനുതാപം ആവശ്യമാണ്. നമുക്ക് മാനസാന്തരം ആവശ്യമാണ്. കാരണം കാരുണ്യത്തിന്റെ കവാടം തുറക്കുന്നത് അനുഭവിക്കുമ്പോഴാണ്. അതുകൊണ്ട് കർത്താവ് ചെയ്യുകയാണ്. ഇതാണ് സ്വീകാര്യമായ സമയം. ഇതാണ് സ്വീകാര്യമായ സമയം. ഇപ്പോഴെങ്കിലും വലിയ വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങളുടെ പക്കലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്. ഹൃദയമാണ് നമ്മൾ കീറേണ്ടത്. നമ്മൾ കടന്നു വന്ന വഴികളെ ഓർത്ത്, മക്കളെ ഓർത്ത്, കൊടുക്കാത്ത ദൈവവിശ്വാസത്തെ കൊടുത്ത്, ദൈവാശ്രയം ഇല്ലായ്മയെ കുറിച്ച് നമ്മൾ നമ്മുടെ ഹൃദയം കീറണം. ഇനിയും തമ്പുരാനെ ഉപേക്ഷിച്ച് പാപം ചെയ്തു. തമ്പുരാൻ നമ്മളിൽ നിന്ന് പടിയിറങ്ങിയിട്ടുണ്ട്. ആ തമ്പുരാന്റെ പക്കലേക്ക് തിരിച്ചു പോകാൻ സാധ്യത. ആ തമ്പുരാന്റെ പക്കലേക്ക് നോക്കുകാലത്ത് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട്, ജീവിത നവീകരണത്തിന്റെ ഫലങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹപ്രദമായിട്ട് മാറും. ദൈവം കൃപ ചെയ്യുന്ന കുടുംബമായിട്ട് മാറും. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് കല്ലെത്തി കിട്ടി ഞാൻ വെള്ളം ഒഴുകി പോകും ഗ്ലാസ് ഉറപ്പാണ്. വീണ്ടും അധികം വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാലോ വെള്ളം തങ്ങിയിട്ടില്ല, സ്ഥലമില്ല, അതൊഴിപ്പോയി കൊണ്ടേയിരിക്കും. ബോധമുള്ളവരും ബുദ്ധിയുള്ളവരും എന്ത് ചെയ്യും? കല്ലെടുത്ത് നോക്കി സ്പേസിൽ വെള്ളമൊഴി. നമ്മുടെ ജീവിതം തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം. ആത്മാവിന്റെ കല്ലാഭാവം, ആത്മാവിന്റെ മുള്ളാഭാവം അതെടുത്തു മാറ്റാതെ രക്ഷ പ്രാർത്ഥിച്ചാലും, എത്ര നേർച്ചയാഴ്ചകൾ സമർപ്പിച്ചാലും കൃപാതരും ഒഴുകും. കൃപ ജീവിതത്തിൽ തങ്ങി നിൽക്കണം, കുടുംബത്തിൽ തങ്ങി നിൽക്കണം, കുടുംബം അനുഗ്രഹിക്കപ്പെടണം. ആത്മാവിന്റെ കയ്യിൽ ആത്മാവിന്റെ മുള്ള് മാറ്റി അതിന് ഹർമോണൊന്നും പറ്റുമായിരിക്കും. നിങ്ങൾക്ക് പറ്റുമായിരിക്കും. എന്റെ ചിന്ത ഞങ്ങൾ ചിന്തിക്കുക. ഈ നോമ്പുദാനത്തിന് നഷ്ടമായ കൃപകൾ, നഷ്ടമായ വിശ്വാസം തിരികെ പിടിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ കൃപസമർപ്പണമുണ്ടാകും. Amen.
തപസ്സത്തെയും പായസത്തെയും ഒരു ഞങ്ങളെ നയിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായ മിശിഹായേ, ഞങ്ങളുടെ മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. സ്നേഹത്തിന്റെ ഒരു വസ്തുവായ മിശിഹായേ, ഞങ്ങളുടെ ശരീരത്തെയും വാസ്തവങ്ങളെയും നിന്നോട് ദൂഷിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. സാധാരണ രാജ്യപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യവും മിശിഹായേ, ഞങ്ങളെ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായേ, എന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും എന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, ലോകപാപങ്ങളുടെ പരിഹാരമായി നിന്റെ സകല ജീവിതത്തോടെ യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി നിന്റെ സഭയെ കാവലിനുമായി പ്രാർത്ഥിക്കണമേ. സന്തോഷത്തോടെ യോജിച്ചുകൊണ്ട് നിന്റെ ജീവിതം തുടരുവാൻ ഞങ്ങളെ സജ്ജരാക്കണമേ. ആത്മായ പ്രാർത്ഥന, ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും വളർത്തിക്കൊണ്ട് നോക്കുകാലം പ്രദായകമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ഭക്തിയോടും സത്യയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമായ മറിയത്തിന്റെയും നീതിമാനായ മറിയത്തിന്റെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. അമ്മയോടുകൂടെ വിജയവരിച്ച നീതിമാന്മാരുടെയും അവിടെ ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. Our
സഹോദരനെ സജ്ജനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ പാതിരാക്കിസ്മാരും ശിക്ഷന്മാരും പ്രാപരിതാമാരുമായ നമ്മുടെ പിതാക്കന്മാർ ശുശ്രൂഷികളുടെ ബ്രഹ്മചാരികളുടെ ജനികളുടെ നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധയുടെ സ്നേഹവിശ്വാസികളുമായ എല്ലാ ഭരണക്കാരുടെയും സത്യവിശ്വാസങ്ങളെ കുറിച്ച് ഈ ലോകത്തിൽ വേർപെട്ട എല്ലാവരെയും അനുസ്മരിക്കുകയും വിശുദ്ധയുടെ കൃപയാൽ ഈ ബലികളുടെ സഹായം രക്ഷിക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി ബുദ്ധിയാകുവാൻ നിങ്ങൾ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ എല്ലാ കാരുണ്യാതിരകത്താൻ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ വികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, വിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും നാമത്തോട് വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്ന പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരേഖാകൃതിയുടെ ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരങ്ങൾ. ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധനമായ നാമം എല്ലാ ആശ്രയങ്ങളിലും സ്തുതിയും എല്ലാ നാവുകളിലും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു.
അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും സ്വാമിന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു.
ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ തിരുവിതാംകൂർ പിതാവുമായ മാർ ബാപ്റ്റിസ്ത മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദനകളെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധിയും പ്രീതിജനകമായ പ്രവർത്തിച്ച് നീതിമാന്മായ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേലമേറിയ വിശുദ്ധന്റെ രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും നൽകണമേ എന്ന് മാത്രമാണ് പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വരനായ ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ ദൈവമായ ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവജീവദായകമായ അടുത്താമൃതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും കാലത്തിന്റെയും ഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ ഇതിനെ ആസ്വദിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വകാര്യത്തിന് നാമമാറ്റത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹിമയും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ നമ്മുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കണക്കാക്കിയിരിക്കുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കർത്തൃത്വവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് തോന്നണമേ. അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ. ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. ഇങ്ങനെ സർവ്വ പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, യേശുമിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവദായകവുമായ ഒപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ തന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം പ്രാപിക്കുകയും ജീവിക്കുകയും ചെയ്യും. Yeah.
സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂലമായി ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അതായത് നോക്കാവുന്ന സ്വന്തത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചും സഹോദരത്തിനെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ മാനസികയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടെ വൈകത്തോടെ കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ശരീരങ്ങളിൽ ഏർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ അങ്ങേ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാമം അങ്ങേ സത്യം പ്രമാണിക്കട്ടെ. നമ്മുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണമാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് സ്വന്തമാലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ടെന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങനെ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുക. ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇപ്പോഴും എപ്പോഴും സഹോദരനെ തന്നെ രക്ഷിക്കുന്നവരെ വിശദീകരിക്കുന്ന പരിശുദ്ധനെ സ്വീകരിക്കുകയും വിശുദ്ധന്റെ ശരീരവും രക്തവും നൽകപ്പെടുന്നു. വിശുദ്ധവും സഹിക്കുന്നവരെയും ജീവിക്കുന്ന രഹസ്യത്തെ അനുഭവിച്ചറിയുകയും
അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ പറഞ്ഞതുപോലെ ഇന്നലെയായിരുന്നു നമ്മുടെ പൂർണ്ണ വാചനം ആഗ്രഹിച്ചുകൊണ്ടുള്ള തീർത്ഥാടനം. ഇന്നലെ പൂർത്തിയാക്കി വളരെ ഭംഗിയായിട്ട് അത് പൂർത്തീകരിച്ചു. പല പള്ളികളിൽ നിന്ന് ഒന്നിച്ച് നമ്മുടെ മംഗളവാർത്താ ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങൾ പരിപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിനുവേണ്ടി കൃത്യമായി ദൈവത്തിൻ്റെ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അവസരത്തിലേക്ക് പറഞ്ഞ പോലെ നമ്മൾ സീരിയസായിട്ട് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ തീർത്ഥാടനത്തിന് വേണ്ടി ഒരുങ്ങിയിട്ട് കർമ്മ ട്രിപ്പ് വരുന്നത് കേട്ടിട്ട് അത് ക്യാൻസൽ ചെയ്ത് അതിനു വേണ്ടി വരുന്നത് നമ്മൾ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത നിങ്ങൾ ഞാൻ പറയുന്നില്ല, ഇവിടെ ഉണ്ടാകാൻ പറ്റാത്ത മറ്റു പള്ളികളിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറയാൻ കാരണം വരാൻ പറ്റാത്തതുകൊണ്ട് അതിന് പോയേക്കാം. ഇതിൻ്റെ പ്രാധാന്യം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്ന് ചിന്തിക്കുന്നുണ്ട്. ഞാൻ അവസരത്തിൽ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് അത് തന്നെ ആകുന്നതിനുള്ളത് നമുക്ക് ചിന്തിക്കുക. പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കാനുള്ള ഇതുവരെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. രണ്ടാമത്തെ അറിയിപ്പ് ഇപ്പം സാറിന് ഇന്നാൾ ഞാൻ അറിയിച്ചു. ജൂൺ 22-നാണെന്നുള്ളത്. നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച മുതൽ നോവിനെ ആരംഭിക്കും. സംയുക്തമായിട്ടാണ് നമ്മൾ പിന്നെ ആഘോഷിക്കുക. യുദാശ്രീമാരുടെയും അഡ്വാൻസ് ആണെങ്കിലും അതിന് രാഷ്ട്രീയ പോലെ പ്രസിദ്ധന്മാർ മുമ്പോട്ട് വരണം എന്ന കാര്യം ഉറപ്പെടുത്തുകയാണ്. ഫുഡ് കൊടുക്കാനായിട്ട് ഉള്ളവരും രണ്ടുപേരും മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവരുടെ കൂടെ ചെയ്യുമ്പോൾ അവർക്ക് താങ്ങായിട്ട് മാറുകയും ചെയ്യും. കാര്യങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ജനുവരി മാസം മുതൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ ശമ്പളം കിട്ടുമ്പോൾ 20% മാറ്റി വെക്കണമെന്നുള്ളത് പെരുന്നാളിന് വേണ്ടിയിട്ട്. അതെല്ലാം ചെയ്യേണ്ടത് ഞാൻ അപ്പം പറഞ്ഞു പെരുന്നാളിന്. അപ്പോൾ ജനുവരി ജനുവരി മെയ് ജൂൺ അതിനകത്തോടെ തന്നാൽ ഞാൻ പറയും. അത് നിങ്ങൾക്ക് കാശുണ്ടാവും. അത് വേറെ പോകുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ 20% അതാണ് ചെയ്യുന്നതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് തീർച്ചയായിട്ടും പറ്റും. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഇനിയിപ്പോൾ ജനുവരി ഫെബ്രുവരി വെച്ചില്ല, ഇനിയിപ്പോൾ അത് വെക്കണം, അത് വെക്കണ്ട, അത് പറ്റില്ല. ഇനി നിങ്ങൾ വെച്ചിട്ടില്ലാത്തവർ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ 4 മാസം വെക്കണം. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനുവരി ഫെബ്രുവരി വെക്കാത്തത് ഇനി വെക്കണ്ട, മാറ്റി വെക്കണ്ട. മനസ്സിലായി? ഇനി ഉള്ളത് മാറ്റി കൊടുക്കുക. വെച്ചവർ അത് നിങ്ങൾ തുറന്നു കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മാർച്ച് 19 SDS നാളെ നമുക്കറിയാം. നമ്മുടെ നാളുകൂടിയാണ് രാഷ്ട്രമാരുടെയും ജനത്തിൻ്റെ നാളുകളാണ്. അടുത്ത ഞായറാഴ്ചയായി നമ്മൾ ആഘോഷിക്കുന്നത്. 19 ബുധനാഴ്ചയാണ്. അപ്പോൾ അടുത്ത ഞായറാഴ്ച നമ്മൾ തിരുനാൾ കുർബാനയായിരിക്കും. അന്ന് വായസാഹ്യം കൊടുക്കാൻ ആരുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഉണ്ടാകുന്നതാണ്. നോമ്പുകാലമാണെന്നറിയാം. പൂർണ്ണ രണ്ടാമതിന് വേണ്ടി വിചാരിച്ചിട്ട് സംസാരിക്കാതിരിക്കണ്ട. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ഞായറാഴ്ച വിചാരിച്ചിട്ടില്ല. ഓക്കെ, അതിന് മുമ്പിന്റെ ഞായറാഴ്ച സംസാരങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ നോമ്പുകാലത്തിൽ അവസാനിച്ച് ആത്മാവിശുദ്ധീകരണം തേടുന്നത് നല്ലതാണ്. അതുകൊണ്ട് ആ കാര്യം കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ദുഃഖവെള്ളിയാഴ്ച ഉപയോഗിക്കാനുള്ള കുരിശ് നമുക്ക് സ്പോൺസർ ചെയ്തത് ജോൺസൺ കുടുംബമാണ്. പട്ടിനാട് ജോൺസൺ നമ്മളോട് ഓർമ്മിക്കുന്നു. നിത്യക്രമത്തിലുള്ള വായനയുടെ പുസ്തകം നമുക്ക് ഇന്ന് ഡേസി കൊണ്ടുവന്നിട്ടുണ്ട്. സുവിശേഷവും വ്യാഖ്യാനവും ഉൾപ്പെടെയുള്ള ഡേസി നാട്ടിൽ പോയി നിൽപ്പോൾ ദേശീയ പ്രത്യേകമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ്. കുരിശിന്റെ വഴിയുള്ള പുസ്തകം ഞാൻ കണ്ടു. കാലത്തന്ന് വീട്ടില്ല. അപ്പോൾ അത് അന്നുവരെയും കൃത്യമായിട്ട് നമ്മളോട് ഓർമ്മിക്കുന്നു. ഇവിടെ കുടുംബങ്ങളെ നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പള്ളിയുടെ വാതിലിൻ്റെ അടുത്ത് കുറച്ച് പൈസ വന്ന് കിട്ടിയിട്ടുണ്ട്. എത്രയുണ്ടെന്ന് നമ്മൾ പറയുവാണെങ്കിൽ തിരിച്ചു തരും. അല്ലെങ്കിൽ ഞാൻ അസുഖം കിട്ടിയിട്ടുണ്ട്. എത്രയാണെന്ന് നമ്മൾ പറയുവാണെങ്കിൽ അത് തരും.
ഇതാണ്. ഓക്കെ. പരിശുദ്ധാത്മാവിനെ കൃപാവരദാസതീർഘവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ദൈവിക ഭഗവാനുഗ്രഹങ്ങളാവർക്കും വിടാതായ ജീവിതം സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ കർത്താവായ ദൈവമേ, തിരുവചനത്താൽ വിശദീകരിക്കപ്പെട്ട് ദിവ്യരഹസ്യങ്ങളാൽ നമ്മൾ ജീവൻ പ്രാപിക്കുവാൻ പാപികളും ബലഹീനരുമായ ഞങ്ങളെ വിളിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ച് രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പാപികളെ വിളിക്കുന്നവനും അനതാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനുമായ മിശിഹായേ, നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ അനന്തമായ കൃപയാൽ നീ ഞങ്ങളെ അർഹരാക്കി. നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിച്ച് നീതിമാന്മാരോടുകൂടെ സ്വർഗീയ വത്സരം നിന്നെ സ്തുതിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണം. സകലത്തിന്റെയും നാഥായ നയിക്കും. പാപികളെ പ്രസാദാപത്തിലേക്ക് വിളിക്കുവാനെന്ന നമ്മുടെ കർത്താവേ സമിശിഹായെ നാം സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. വചനത്തിന്റെ പാതയിൽ ചരിക്കുവാൻ നമുക്ക് ആവശ്യമായ പ്രകാശം അവിടുന്ന് നൽകട്ടെ. തിരുസിന്റെ രക്തങ്ങൾ സ്വീകരിച്ച വിശദീകൃതമായ നമ്മെ ദൈവരാജ്യത്തിലെ നിത്യവരിൽ അവിടുന്ന് പങ്കുകാരാകട്ടെ. നമ്മുടെ ഈ ലോകങ്ങളുടെയും തിരുസഭയുടെയും വാർത്തദാനങ്ങളുടെയും മേൽ കർത്താവിന്റെ കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ പിരമിഡമേ സിസ്റ്റം ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ.
കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, വിശ്വാസമോടെ ദാസജയം തിരുസന്നിധിയിൽ സജീവവും ജീവദായകമായ ശബ്ദത്താൽ ദാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനുമായ ഈ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. മരണത്തിന്റെയും ജീവന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, പ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സംക്രാന്തിയിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ